നമ്മളിപ്പോൾ KFC, മെക്ഡൊണാൾഡ്, ബർഗർ കിങ് അതുപോലെയുള്ള ഔട്ട്ലെറ്റുകൾ കണ്ടാൽ മനസ്സിലാവും. ഇന്ത്യയിൽ അധികം ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവായി അവരെ തീമിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് വാൾപേപ്പറുകളാണ് അധികം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വീടായാലും റെസ്റ്റോറൻ്റ് ആയാലും ബ്യൂട്ടി പാർലർ ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി മാറ്റി റിനോവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാൾപേപ്പറിന് എത്ര ലൈഫ് കിട്ടും? ഫംഗസ് ഇല്ലാത്ത ചുമരാണെങ്കിൽ പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് വാൾപേപ്പർ ചെയ്യുകയാണെങ്കിൽ ഒരു 5 വർഷം വരെ ഒരു കംപ്ലൈൻറ്റ് വരില്ല. വാൾപേപ്പറിനപ്പോൾ 5 വർഷം വരെ ലൈഫ് കിട്ടുള്ളൂ? അല്ല, നമ്മളെ ഷോറൂമിൽ സ്ക്വയർ ഫീറ്റിന് 20 രൂപ മുതൽ ഒരുവിധം നല്ല വാൾപേപ്പർ അവൈലബിൾ ആണ്. ഒരു 5 വർഷം കഴിഞ്ഞാൽ കണ്ടുമെടുക്കുമ്പോൾ നമുക്കത് മാറ്റി ചെയ്യാം. പെയിൻ്റ് ആണെങ്കിലും നമ്മൾ 5 വർഷം കഴിഞ്ഞാൽ മാറ്റി ചെയ്യൂലേ. ഈ വാൾപേപ്പറുകളെല്ലാം വാഷ് ചെയ്യാൻ പറ്റുമോ? പിന്നെ വാഷബിൾ വാൾപേപ്പറുകൾ ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ബെഡിൻ്റെ ബാക്ക് പാനലിൽ അധികം യൂസ് ചെയ്യുന്ന വാഷബിൾ വാൾപേപ്പറുകളാണ്. പിന്നെ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടത് വാൾപേപ്പർ ചെയ്യുന്ന സമയത്ത് സ്കേർട്ടിങ് ഉണ്ടായിരിക്കണം.